ഓരോ ദിവസം നമ്മൾ ഇൻട്രസ്റ്റിംഗ് കഥകളാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ ബോയ്സ്, അങ്ങനെ ഇന്ത്യൻ സ്മാർട്ട് ബോയ്സ് എന്നാണ് പറയുന്നത്, അജ്ഞാതരെ പറ്റി പറയുന്നത്, അവരുടെ കഥകൾ പുറത്തു വരുന്നത്. അതിലേറ്റവും രസകരമായൊരു കഥയെന്ന് പറയുന്നത് ജലം ഡിസ്ട്രിക്റ്റിൽ ഈ പറയുന്ന അബു ഖറ്റാൽ അയാളെ അസാസിനേറ്റ് ചെയ്ത് കൊന്ന ശേഷം അവിടുത്തെ ലോക്കൽ പത്രങ്ങളിൽ ചില മീഡിയ ഒക്കെ റിപ്പോർട്ടുകൾ എഴുതാൻ തുടങ്ങി. എത്രമാത്രം പെനട്രേഷനാണ് അവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഇന്ത്യൻ ഏജൻസ് അകത്തോട്ട് കയറിപ്പോയി, ഡീപ്പായിട്ട് അകത്തോട്ട് കയറിപ്പോയി. അപ്പം അതിലൊന്ന് പറയുന്നത് ഈ അബു ഖറ്റാലിൻ്റെ എല്ലാ മൂവ്മെൻറ്റുകളും ഈ അസാസിനേറ്റ് ചെയ്ത ടീമിന് കൃത്യമായ വിവരങ്ങളുണ്ടായിരുന്നു. ഏത് സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും, ഏത് സമയത്ത് പോകും, ആരൊക്കെയാണ് ആ സെക്യൂരിറ്റി കവറിലുള്ളത്, ഏത് ഭാഗത്ത് വരുമ്പോഴാണ് അതിന് ഐസൊലേഷൻ ഉണ്ടാകുന്നത്, ആൾക്കാരില്ലാതാകുന്നത്, കുറയുന്നത്. അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് പാകിസ്ഥാനി ചില പത്രങ്ങൾ റിപ്പോർട്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സംഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നുന്നു. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, അവിടുത്തെ ലോക്കൽ പോലീസിനകത്ത്, അവിടെ ലോക്കൽ പോലീസിൻ്റെ ഒരു ഡ്രൈവറുണ്ട്. അല്ല, താൽക്കാലികമായിട്ട് കയറിയ ഒരാളാണ്, കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള ലോക്കൽ പോലീസ് ഡ്രൈവറാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഈ റമദാൻ മാസമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും നോമ്പ് മുറിക്കാനും പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഈ ലോക്കലായിട്ട് കയറി താൽക്കാലിക ഡ്രൈവറാണ് ഈ വണ്ടി ഓടിക്കുന്നത്, പോലീസ് ജീപ്പ്. അപ്പം ഈ പോലീസ് ജീപ്പിൻ്റെ ഒരു ഉദ്യമം എന്ന് പറയുന്നത്, അതായത് ഈ താൽക്കാലിക ജോലിക്കാരനായിട്ട് അവിടെ കയറി അയാളുടെ ജോലി എന്ന് പറയുന്നത്, ഈ അബു ഖറ്റാൽ എന്ന് പറയുന്ന ആൾ പോകുന്ന അയാളുടെ കോൺവോയുടെ ഏറ്റവും മുമ്പിലായിട്ട് അവിടുത്തെ ലോക്കൽ പോലീസാണ് വണ്ടി ഓടിക്കുന്നത്, ജീപ്പ്. അതിൻ്റെ അകത്ത് 2-3 പോലീസുകാരുമുണ്ട്, 2 പോലീസുകാരുമുണ്ട്, ഈ പറയുന്ന ഡ്രൈവറുമുണ്ട്. ഈ ഉദ്യമം നടക്കുന്ന, ഈ ഇവന്റ് നടക്കുന്ന ആ ദിവസം ഈ ഡ്രൈവറും ഈ പറയുന്ന 2 പോലീസുകാരും അവിടെ വന്നില്ല. അപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത സംഭവം പിടികിട്ടുന്നത്. കാരണം ഇയാൾ എവിടെയൊക്കെ പോകുന്നു, അവിടുത്തെ ലോക്കൽ ജുറിഡിക്ഷൻ ഏരിയയിൽ ഈ ലോക്കൽ പോലീസ് വണ്ടിയാണ് ഏറ്റവും മുമ്പിൽ പോകുന്നത്, ട്രാഫിക് എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി. പക്ഷെ അന്ന് ആ ദിവസം അവർ വന്നില്ല, ഈ 2 പോലീസുകാരും വന്നില്ല. ഇപ്പോഴറിയാൻ സാധിക്കുന്ന അന്നത്തെ ഇവന്റിന് ശേഷം ഈ 2 പോലീസുകാരും ഈ പോലീസ് ഡ്രൈവറും അവരെ കാണാനില്ല, ആ ജീപ്പ് എവിടെ ഉപേക്ഷിച്ചിട്ടുമുണ്ട്. ഇതിനെപ്പറ്റി അന്വേഷണം നടത്തിയപ്പോഴാണ് രസകരമായ പല വിറ്റ്നസ് പല കാര്യങ്ങളും പറയുന്നത്. ഈ അബു ഖറ്റാലിനെ കൊന്ന ശേഷം അവിടുന്ന് ഒരു 16-18 മീറ്റർ ദൂരെയായിട്ട് ഈ പോലീസ് ജീപ്പ് അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് പോലീസുകാരുണ്ട്, പക്ഷെ പോലീസ് ജീപ്പും ആ നമ്പരും അവിടെ കിടപ്പുണ്ട്. അവിടുത്തെ ലോക്കൽ പോലീസ് ആൾക്കാർക്ക് അറിയാവുന്ന ഈ ബൈക്കിൽ വന്ന പല ആൾക്കാരും, അതിനകത്ത് ബൈക്ക് ഓടിച്ചവരല്ല, അതിൻ്റെ പുറകിലിരുന്ന പല ആൾക്കാരും ഈ ജീപ്പിനകത്താണ് കയറിയിട്ടാണ് പിന്നെ മറ്റൊരു ഭാഗത്തോട്ട് പോകുന്നത്. പിന്നീട് അവരെ പറ്റി യാതൊരു പിടിയില്ല. ഇതാണ് രസകരമായ ഒരു ഓപ്പറേഷൻ്റെ അവസാന ചിത്രം എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ പോലീസിനകത്തും പട്ടാളത്തിനകത്തും ഇന്ത്യൻ ഏജൻസ് കയറി. ഇനി ഈ പറയുന്ന പാകിസ്ഥാൻ പോലീസിന് പട്ടാളം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ അകത്ത് ഈ താൽക്കാലിക ജീപ്പ് ഡ്രൈവറെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പുറത്ത് വരികയാണ്. അപ്പം അയാളെ പറ്റി വലിയ കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ഇയാൾ ഇസ്ലാമാബാദുകാരനാണെന്ന് പറയുന്നു. ഇയാളുടെ ഫാമിലി ഹിസ്റ്ററി നോക്കിക്കഴിയുമ്പോൾ അങ്ങനൊരു, അതായത് ഇയാൾ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ആ വീടുമായിട്ട് ബന്ധമില്ല. പിന്നെ ഇയാൾ ആരാണ്, ആ ചോദ്യത്തിലോട്ടാണ് പോകുന്നത്. അതേപോലെ 2 ഈ പോലീസുകാരെ താൽക്കാലികമായിട്ട് ഈ നോമ്പ് സമയമായിട്ട് ബന്ധപ്പെട്ട് അവിടെ താൽക്കാലിക ജോലി, അതായത് ഈ സെക്യൂരിറ്റി ജോലി, പാറാവ് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതായത് താൽക്കാലിക ജോലിയായിട്ട് കയറി 2 പോലീസുകാർ. ഇവരെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇവരെല്ലാം കൊണ്ടുവന്ന് ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ച് അവിടെ താൽക്കാലികമായ സർവീസിൽ ഇന്ന പോലീസ് സ്റ്റേഷനിലാണ് കയറിയേക്കുന്നത്. കാരണം ഈ നോമ്പ് മാസത്തിൽ പാകിസ്ഥാനിലുള്ള സംഭവമാണ്. കാരണം അവിടെ സ്ഥിരമായിട്ടുള്ള പോലീസുകാർക്ക് നോമ്പ് തുറക്കാനും പള്ളിയിൽ പോകാനും ഒക്കെ ആയിട്ട് അവർക്കൊരു സമയം കൊടുക്കാൻ വേണ്ടി ഈ താൽക്കാലികമായിട്ട് ആ സമയത്ത് കയറ്റും, 1-2 മാസത്തേക്കോ 3 മാസത്തേക്കോ.
ഒരു വർഷം അവർക്ക് ഏകദേശം 90 ദിവസമൊക്കെയാണ് ജോലി. അതിനെപ്പറ്റി അവിടുത്തെ ഡോൺ എന്ന പറഞ്ഞ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴും പാകിസ്ഥാനിൽ മുഴുവൻ തിരക്കാകും. ഭയങ്കര പ്രശ്നമായൊക്കെ ഈ ആരൊക്കെയാണ് താൽക്കാലികമായിട്ട് പോലീസുകാർ അവരുടെ മുഴുവൻ ഡീറ്റെയിൽ എടുക്കാൻ. അപ്പോൾ രസകരമായ മറ്റൊരു സംഭവം പുറത്ത് വരുന്നു. ഈ ഡീറ്റെയിൽസ് എടുപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിനകത്തുള്ള താൽക്കാലികമായിട്ട് കയറിയിരിക്കുന്ന 50% പോലീസ് അവരെ പറ്റി യാതൊരു വിവരവുമില്ല. ഇവരെവിടെ പോയെന്ന് പോലും അറിയത്തില്ല. അവരെല്ലാം വിട്ടങ്ങ് പോയി പെട്ടെന്ന്. അപ്പോൾ ഇന്ത്യൻ ഓപ്പറേഷൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് കയറി പോകുന്നത്. വളരെ ബേസ് ഉണ്ടാക്കി സമയം ഉണ്ടാക്കി അതിനകത്ത് മുഴുവനും കയറി എൻട്രി ചെയ്തേക്കുവാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഭീകരന്മാർ എവിടൊക്കെയാണ് ഇരിക്കുന്ന അവരുടെ ആക്ടിവിറ്റീസ് എന്താ, ഇവർ ആരെയാണ് സഹായിക്കുന്നത്? ഇപ്പോൾ അതിൻ്റെ ഓരോ ലിങ്ക് കണ്ടോ ഇപ്പോൾ ഓരോന്നായിട്ട് വരുന്നത്? കാരണം ഇവരെ തൊടാൻ പറ്റിയിട്ടില്ല. അജ്ഞാതൻ എന്തൊക്കെ ചെയ്തു പോകുന്നു, എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ഈ അജ്ഞാതൻ തന്നെ ആകാനാണ് ഈ അവിടെയുള്ള പോലീസുകാരൻ പോലും ഈ അജ്ഞാതനാകാനുള്ള സാധ്യത കൂടുതലാണ്. തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഈ ഉദ്യമം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ അജ്ഞാതൻ തിരിച്ച് പോലീസുകാരനായിട്ട് വരും. സോ ഫണ്ണി. അത് വിശ്വസിക്കുന്നതിന് അപ്പുറത്തായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണ് അണ്ടർ കവർ ഓപ്പറേഷൻ്റെ ആ ഒരു രീതി അത് മഹനീയമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാൻ്റെ അകത്ത് മുഴുവൻ ഇന്ത്യൻ ഏജൻസി മാത്രമേ ഉള്ളൂ. ആ രാജ്യത്തിന് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി മാറി. അപ്പോൾ പോലീസിനകത്ത് ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ ലോക്കൽ എത്രമാത്രമായിരിക്കും അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയേക്കുന്നത്, പെനട്രേറ്റ് ചെയ്തേക്കുന്നത്. ഇതിനെപ്പറ്റി അവിടുത്തെ ഉറുദു പത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയ ഗെയിമായി. എവിടൊക്കെയാണ് എന്തൊക്കെയാണ് ആ ഒരു പിടിയില്ല. കാരണം ഇവരൊക്കെ നല്ലപോലെ ഉറുദു സംസാരിക്കുന്നുണ്ട്, നല്ലപോലെ ഇസ്ലാമിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇവർ പാകിസ്ഥാൻകാരാണോ ഇന്ത്യക്കാരാണോ അഫ്ഗാൻകാരാണോ സംശയമായി. അതാ കംപ്ലീറ്റ് ആ രാജ്യത്തിന് കൺഫ്യൂഷൻ ഉണ്ടായി കൊടുത്തു. ആരാണിവർ? ഇത്രയും പേർ ഹ്യൂജ് ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഇത് എവിടൊക്കെയാണ് ഇത് പോയേക്കുന്നത് യാതൊരു പിടിയില്ല. അപ്പം ദ ഫൈനൽ കൺക്ലൂഡിങ് പാർട്ട്, ഇന്ത്യൻ ബോയ്സ് ആർ ഡൂയിങ് ബ്രില്യൻലി വെൽ ഡൺ ബോയ്സ്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.